നമുക്ക് പോയി നമ്മുടെ മോൻ മോട്ടോർ ബൈക്ക് കാലുകൊണ്ട് തെള്ളി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു സഞ്ചി റോഡ് കുറുകെ കടന്ന് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന സംശയം വീണ്ടും ബലപ്പെടുന്നു. നമസ്കാരം. 2018 സെപ്റ്റംബർ 25 കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു വയലിൻ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ബാലഭാസ്കറിൻ്റെ അപകടം. എന്നാൽ ഇന്ന് ഒരു വഴിത്തിരിവായി ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരത്തിനടുത്ത പള്ളിപ്പുറത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒക്ടോബർ 2-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ മകൾ തേജസ്വിനി മരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചില വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുകയുകയാണ്. എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു. അതിനുശേഷം നമ്മുടെ പരമോന്നത അന്വേഷണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന CBIക്ക് കൊടുത്തു. പക്ഷേ ഇതിലൊന്നും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത വന്നില്ല എന്നുള്ളതാണ്. അല്ല, അടുത്തെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. എന്നാൽ ഇപ്പോൾ ചില പുതിയ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിലെ ഒരു സ്വർണ്ണ വ്യാപാരി സഹോദരങ്ങൾ ചേട്ടനും അനിയനും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ കാറിൽ പോയി ആക്രമിച്ച് 3.5 കിലോ സ്വർണം കൈക്കലാക്കിയ സംഭവമുണ്ട്. അതിൻ്റെ കുറേ പ്രതികളെയൊക്കെ പിടിച്ചു. അപ്പോൾ അതിലെ ഒരു പ്രതിയെ സംരക്ഷിച്ചത് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായ അപ്പു എന്ന അർജുനാണ്. അപ്പോൾ ഈ അന്ന് മുതൽ കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ബലമായ സംശയമായിരുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി ഈ മരണത്തിന് ബന്ധമുണ്ടെന്ന്. ഇപ്പോൾ അതൊരു കൊലപാതകത്തിലേക്ക് വീണ്ടും വഴി തുറക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വർണം കവർന്ന കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെയാണ് സംശയം ബലപ്പെടുന്നത്. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം തട്ടിയ കേസിലാണ് അർജുൻ അറസ്റ്റിലായത്. ഈ ഒരു കേസിൽ ചെർപ്പുളശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് ഈ സ്വർണം കൊണ്ടുപോകുന്ന ഒരാളിനെ ഈ കാറിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അർജുൻ്റെ മേലുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പിടിയിലാകുമ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അന്ന് മുതൽ കേരളത്തിൽ ഉടലെടുത്ത ഒരു സംശയമായിരുന്നു ഇതൊരു അപകട മരണമല്ല, ഇതൊരു കൊലപാതകമാണെന്ന്. അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു അന്ന് കലാഭവൻ സോബി കൊടുത്ത മൊഴികൾ. ലോക്കൽ പോലീസിന് കൊടുത്തു, ക്രൈംബ്രാഞ്ചിന് കൊടുത്തു, അതിനുശേഷം CBIയും മൊഴി കൊടുത്തു. പക്ഷേ ഈ പോലീസും ഇവരും എല്ലാം ചേർന്ന് അദ്ദേഹത്തിനെ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരാൾ വന്ന് എന്തിനിത് പറയുന്നു എന്നും പറഞ്ഞ് ഇവർക്കൊക്കെ വേണ്ടിയും ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പോലീസും ഒക്കെ അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ചത് കഥകളാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ വാഹനം പോയി ഇടിക്കുന്നതൊന്നും കണ്ട ആളല്ല കേട്ടോ. അതിന് 5 കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. എന്നാൽ അന്നത്തെ ഈ സംഭവത്തിന് ഒരു ദൃക്സാക്ഷി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ട ഒരാളായിരുന്നു കലാഭവൻ സോബി. അതായത് അദ്ദേഹം ഈ പള്ളിപ്പുറം ഈ അപകടം നടക്കുന്നതിന് കുറച്ച് 2-3 കിലോമീറ്റർ മുമ്പേ ഒരു പെട്രോൾ പമ്പിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അപകടകരമായ രീതിയിൽ വാഹനം മുന്നോട്ട് പോവുകയും അവിടെ ഒരു തർക്കം നടക്കുകയും ഒക്കെ കണ്ടായിരുന്നു. അപ്പം എന്തോ ഒരു ഉന്തും തള്ളും ഒക്കെ കണ്ടതിൻ്റെ അദ്ദേഹം എന്തോ നോർമലി അത് വിട്ടുകളഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപകടം നടക്കുന്നതും ആ അപകടത്തിൽ നിന്ന് ഒരു മോട്ടോർ ബൈക്ക് കാലുകൊണ്ട് തെള്ളി മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു സഞ്ചി റോഡ് കുറുകെ കടന്ന് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പ്രതികരിക്കാൻ നോക്കിയപ്പം അദ്ദേഹത്തിന് പോലും ആക്രമണം നേരിട്ട ഒരു വ്യക്തിയാണ് കലാഭവൻ സോബി എന്ന് പറയുന്നത്.
അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്ക് ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത്. CBI ക്രൈംബ്രാഞ്ചിനോടൊക്കെ ഞാൻ ആ ചില്ല എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോൾ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട്. ആ ചില്ല് പൊട്ടിച്ച് കണ്ടത് ആരും ഇന്നുവരെ മൊഴി പറഞ്ഞിട്ടില്ല. ഇതെല്ലാമാണ് ഞാൻ കാണുന്നത്. അന്നത്തെ ഈ സംഭവം കേരളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. അതിൽ ബാലഭാസ്കർ അറിയാതെ ഈ ബാലഭാസ്കറിൻ്റെ വാഹനത്തിൽ സ്വർണം കള്ളക്കടത്ത്, അതായത് കടത്തുന്ന പരിപാടി ഈ ഡ്രൈവർ അർജുൻ ഉണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ ഈ അപകടത്തിലെ മൊഴി പറഞ്ഞിരിക്കുന്ന ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നാണ്. എന്നാൽ ഭാര്യ ലക്ഷ്മി പറഞ്ഞത് അത് അർജുനാണെന്നാണ്. ഇതിനകത്തിലെ ദുരൂഹത അന്ന് മുതൽ അടിമുടി ഉണ്ട്. ഇന്നിപ്പോൾ ഈ ഒരിക്കലും സത്യം മറച്ചു വെക്കാനാവില്ല എന്ന് പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു തെളിവാണ് ഇപ്പോൾ ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ ഈ അർജുൻ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പല കേസുകളിലും അർജുൻ പ്രതിയായിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പറഞ്ഞു. 18-ന് ശേഷമുള്ളത്, പിന്നെ 20-നും 23-ലൊക്കെയാണ് കേസുകളുള്ളത്. 18-ലുണ്ട്, പിന്നെയുള്ള 2 കേസിലുണ്ട്. ഈ അർജുൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വാഹന അപകടം നടത്തിയ കേസിലുണ്ട്, ATM മോഷണ പണം അപഹരണം കേസ്, അതുപോലെ തന്നെ ഒരു വീട് ആക്രമിച്ച കേസ്, അങ്ങനെ കുറേ കേസുകളുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഇപ്പം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നിട്ട് CBI നമുക്കൊക്കെ ഞെട്ടുണ്ടാക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് CBI ആണ്. അപ്പം ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്ന ഇവരെ എല്ലാം എന്തോ ഒരു വലിയ ലോബി സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് ലോബികളുടെ കുറേ കാര്യങ്ങൾ കുറേ നാളുകളായിട്ട് വരികയാണ്. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് കേരളത്തെ നിയന്ത്രിക്കുന്നൊരു വൻ ശക്തിയായി മാറിയിരിക്കുകയാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് ലോബികൾ. ഈ ബാലഭാസ്കറിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അച്ഛനോട് പറയുണ്ടായി, അതായത് ഒരു മാനേജരും ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ഇവരെയൊക്കെ മാറ്റണം എന്ന്. അത് എന്തൊക്കെയോ ബാലഭാസ്കറിന് സംശയം ഉണ്ടായിരുന്നു. ബാലഭാസ്കർ എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒരിക്കലും ഈ പോലീസ് ചെക്കിങ്ങോ ഒന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവർ രഹസ്യമായി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത്. ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് 2-3 വാഹനങ്ങൾ അതായത് ഷൊർണൂർ മുതൽ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൊല്ലത്തൂടൊക്കെ 100 കിലോമീറ്റർ 110 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടതൊക്കെ നമുക്കന്ന് ന്യൂസ് വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത് വീണ്ടും പോകും. ഇനി ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിലേക്ക് പോകും? പിന്നെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തെ പരിസരവാസികൾ ആദ്യം മൊഴി തന്നതിൻ്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ബാലുചേട്ടനല്ല വണ്ടി ഓടിച്ച, മെലിഞ്ഞ ഒരാളല്ല, തടിച്ചിട്ട ഒരാളാണ് വണ്ടി ഓടിച്ചെന്ന് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഈ പരിസരവാസികളുടെ മൊഴിയൊക്കെ കൊടുത്തതൊരു ബാലഭാസ്കർ അല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ കേസ് എന്താണിത് ഈ രീതിയിലേക്ക് പോയത്? അന്ന് പൊതുവേ അതായത് ഒരു ബാലഭാസ്കറിൻ്റെ ഒരു ബന്ധു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രിയ വേണുഗോപാൽ. അവരിട്ട പോസ്റ്റിൽ അന്നേ സംശയം പറഞ്ഞിരുന്നു. കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രിയയുമായി ബാലഭാസ്കർ കൈമാറിയിട്ടുണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ പ്രിയ വേണുഗോപാലിനെയൊക്കെ വീണ്ടും അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി അതുപോലെ ഈ അർജുനെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ കേസ് തെളിയും. അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യ, മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും, അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതുവരെയും ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും വർഷങ്ങൾ 5 വർഷം പിന്നിടുമ്പോഴും ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ട് മൗനം എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആ മൊഴിയൊന്നും ഇവർ പരിശോധിച്ചിട്ടില്ല. ഇവർ പറയണ അർജുൻ പറയണത് ബാലഭാസ്കർ ഓടിച്ചെന്ന്, ലക്ഷ്മി പറഞ്ഞ അർജുൻ ഓടിച്ചെന്ന്. അത് ഇപ്പോഴും തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഇത് നാട്ടുകാർ പറഞ്ഞ ഇവരൊന്നും അല്ല, നല്ല ഹൈറ്റുള്ള ഒരു പുറത്തിറങ്ങുന്ന ഒരാളാണ് വണ്ടി ഓടിച്ചത്.
ഞാൻ ഈ പമ്പിൽ ആക്രമിക്കപ്പെടുന്ന കാണുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ആളും നല്ല തടിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കാണുന്നത്. ഈ ഇത്രയും ഈ അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു അപകടത്തിൽ സാധാരണ ഇങ്ങനൊരു സാക്ഷി ഒന്നും കിട്ടാറില്ല. പക്ഷേ എന്തോ ഒരു ഈശ്വരാധീനം എന്ന് പറയട്ടെ, ഈ കലാഭവൻ സോബി, അതായത് അവർ എല്ലാവരുടെയും ഈ വയലിൻ്റെ എന്തോ മാന്ത്രികത സൃഷ്ടിച്ച് കേരളത്തിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുന്നിൽ പേരെടുത്ത ഒരു വ്യക്തിയാണ് ബാലഭാസ്കർ. ഇന്നും അദ്ദേഹത്തിൻ്റെ ആ വയലിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ടോണ് അത് കേൾക്കുമ്പോൾ തന്നെ ബാലഭാസ്കർ ആണെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകളൊക്കെ ഈ ഒരു വ്യക്തി കൊടുത്തിട്ട് ആ വ്യക്തിയെ തേജോവധം ചെയ്യാനാണ് ഈ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ പോലും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ ചെന്ന അദ്ദേഹത്തിന്റെ അടുത്ത് 4 പ്രാവശ്യമെങ്കിലും ഞാൻ പോയിട്ടുണ്ടെന്നാണ് എന്നെ വിളിപ്പിച്ചിട്ട്. ലാസ്റ്റ് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോബി പറഞ്ഞ കാര്യമൊക്കെ സത്യമാണെന്നിരിക്കട്ടെ, ഞങ്ങൾ ഇത് എവിടെ നിന്ന് കേസ് തുടങ്ങുന്നതാണ് ചോദിക്കുന്നത്. എന്നോടാ ചോദിക്കുന്നത്. നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത്, നമ്മളാണ് അതിന്റെ മറുപടി പറയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, ആളെ ഞാൻ തിരിച്ചറിയും, ആൾക്കാർ തിരിച്ചറിയും. ഇപ്പൊ കാണിച്ചത് ഇത്രയും തെളിവുകൾ സോബി കൊടുത്തിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സോബിയോട് ചോദിക്കുകയാണ് ഈ കേസ് എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇതിനകത്തിൽ അടിമുടി ഉണ്ടായ സംശയം നീക്കുവാനുള്ള ഒരു സാഹചര്യമാണ് വന്നേക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ട രീതിയിൽ നിയമം ഉണ്ടാക്കി അതിന് കേസ് പുനർജീവനം കൊടുക്കുകയാണെങ്കിൽ ഈ കേസ് തെളിയുമെന്നതിൽ സംശയമൊന്നുമില്ല. ഈ മരണത്തിന് ശേഷം ലക്ഷ്മിക്ക് സാമ്പത്തിക MICTയുടെ കേസിൻ്റെ വൻ തുകകളൊക്കെ കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ എന്നാൽ ഈ ബാലഭാസ്കറിൻ്റെ അച്ഛനെയോ അമ്മയോ ആയിട്ടുള്ള ബന്ധങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവരൊരു ബന്ധം അച്ഛനെയും അമ്മയും ബാലുവിൻ്റെ അച്ഛനും അമ്മയാണ്, അല്ലെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ അച്ഛനെയും അമ്മയും പോയി കണ്ടില്ലെങ്കിലും ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധങ്ങളൊക്കെ തുടരാമായിരുന്നു. ആ അച്ഛൻ്റെ അന്ന് കണ്ട അവസ്ഥയൊന്നുമല്ല ഇന്ന് കാണുന്നത്. ഒരു മകനെ നഷ്ടപ്പെട്ട ദുഃഖം മാത്രം അവർക്ക്. ഭർത്താവിനെയും സ്വന്തം ഗർഭപാത്രത്തിൽ കൊണ്ട് പിറന്ന ഒരു തേജസ്വിനി എന്ന കുട്ടിയെയും മറന്നുള്ള ലക്ഷ്മിയുടെ പ്രവർത്തനം ഇപ്പോൾ ഒരു കേരള സമൂഹത്തിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. എന്താണ് ഈ ലക്ഷ്മിയുടെ മൗനം? ഇതിന് പിന്നിൽ ലക്ഷ്മിക്ക് ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ലക്ഷ്മിക്ക് ഇത് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ ബാലഭാസ്കറിനെ എന്തിന് ഈ ഒരു മരണത്തിലേക്ക് നയിക്കുവാൻ ലക്ഷ്മിയുടെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ബലമായ സംശയം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. നമ്മൾ ആ അച്ഛൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. നമുക്ക് പോയി നമ്മുടെ മോൻ ഇല്ല. ലക്ഷ്മി ഇപ്പോൾ ഇവരുമായി യാതൊരു ബന്ധവുമില്ല. ആ അച്ഛൻ്റെ ബാലു മരിക്കുന്ന സമയത്തുള്ള നമ്മൾ വീഡിയോയും ഫോട്ടോ കണ്ടതാണ്. ഇപ്പോൾ ആ അച്ഛൻ്റെ അവസ്ഥ ഒരിക്കലും മരിച്ചാൽ പോലും അവരുടെ ആ ഒരു ആത്മാവിൽ ബാലു എന്ന് പറയുന്ന ഒരു വിങ്ങലായി മാറിയിരിക്കുകയാണ്. ഈ അച്ഛൻ്റെയൊക്കെ ഈ ജീവിതം നിലനിൽക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു കേസ് തെളിയണം. ലക്ഷ്മിയുടെ ഇതിനകത്തുള്ള മൗനം എന്താണെന്നുള്ളത് പുറത്തു കൊണ്ടുവരണം. ഇപ്പോൾ എന്തായാലും ശരി, പെരിന്തൽമണ്ണ ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അന്ന് മുതലുണ്ടായിരുന്ന സംശയത്തിന് വീണ്ടും ഒരു തെളിവുമായിട്ടാണ് ഇപ്പോൾ ആ കേസിൽ വന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാലു എന്ന് വിളിക്കുന്ന ബാലഭാസ്കറിന് നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ ആരെങ്കിലും കവർന്നതാണെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.